നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ഒരു തലമുറയുടെ നായിക സങ്കല്പങ്ങളെ മാറ്റിമറിച്ച നടിയായും നർത്തകിയായും മലയാളി പ്രേക്ഷകരുടെ മനസ്സിലിടം നേടിയ താരമാണ് ശോഭന. അഭിനയമാണോ, സൗന്ദര്യമാണോ, അതോ നൃത്തത്തിലെ അസാമാന്യ കഴിവാണോ ശോഭനയോട് ഇത്രയേറെ ഇഷ്ടം തോന്നാൻ കാരണമായതെന്ന് ചോദിച്ചാൽ ആർക്കും തന്നെ ഒരു ഉത്തരമായി പറയാനുണ്ടാകില്ല. മലയാളത്തിലും തമിഴിലുമായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശോഭന ഇതിനോടകം തന്നെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ചിത്രത്തിലൂടെയായിരുന്നു തിരിച്ചുവരവ്. തുടരുമെന്ന ചിത്രത്തിലൂടെ വീണ്ടും മോഹൻലാലിനൊപ്പം എത്തിയപ്പോൾ മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. അഭിനയത്തിലെയും നൃത്തത്തിലെയും എല്ലാം വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്. അടുത്തിടെ പത്മഭൂഷൺ ലഭിച്ച സന്തോഷം പങ്കിട്ട താരം എത്തിയിരുന്നു. തുടരും സിനിമയുടെ വിജയാഘോഷത്തിനിടയിൽ താരങ്ങളും അണിയറ പ്രവർത്തകരുമെല്ലാം ചേർന്ന് ശോഭനയെ ആദരിച്ചിരുന്നു. ഇപ്പോഴിതാ ഈ പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതൊരു ഷോക്കാണ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സ്വീകരണം. പ്രിപ്പയർ ചെയ്യാതെ സംസാരിക്കാൻ പ്രയാസമാണ്. രഞ്ജിത്താണ് ഇതെല്ലാം ഒരുക്കിയതെന്ന് മനസ്സിലാക്കുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. 15 വർഷമായി ഞാൻ മലയാളം സിനിമ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓഫറുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് 3 സിനിമകൾ ചെയ്യുന്നത്. ലാൽ സാറിന്റെ 36ാം ചിത്രമാണ്. നിങ്ങളുടെ കോംബോ വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് കാണണമെന്ന് പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അങ്ങനെയാണ് ഇത് സ്വീകരിച്ചത്. നമ്മുടെ ഡയറക്ടർ ഒരു കഥകളി കലാകാരൻ കൂടിയാണ്. എന്നോട് സ്ക്രിപ്റ്റ് പറയുമ്പോൾ തന്നെ അത് മികച്ച ഒരു അവസരമാണെന്ന് തോന്നിയിരുന്നു. വീണ്ടും മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടാനായതിൽ സന്തോഷം. ഈ ടീമിനോടാണ് ഞാൻ നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരും ശോഭനയ്ക്കൊപ്പം വേദിയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു അവസരത്തിൽ ലാൽ സാർ, ലാലു, ലാൽജിയെ കുറിച്ച് സംസാരിക്കാതിരിക്കാനാവില്ല. കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. 14 വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു ലെജൻഡ് ആണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അറിയാവുന്ന കാര്യമാണ്. നല്ല ക്ഷമയുള്ള വ്യക്തിയാണ്, ശാന്തനാണ്, എന്റെ കണ്ണിൽ ഒരു മജീഷ്യനാണ്. എല്ലാ കാര്യത്തെക്കുറിച്ചും അറിയാം. സിനിമ മാത്രമാണ് എന്റെ ലോകം. എന്നാലും എല്ലാത്തിനെ കുറിച്ചും അദ്ദേഹത്തിന് അറിയാം. സെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ നാട്യശാസ്ത്രയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. 1, 2, 3 കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ അദ്ദേഹം അത് കാണിച്ചു തന്നു. ക്യാരക്ടറായി മാറി നിങ്ങളുടെ കഴിവുകളിലൂടെയായി ഇനിയും എന്നായിരുന്നു ശോഭന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞത്. ശോഭനയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കാൻ ഇനിയും വാക്കുകൾ പോരാ. 80കളിൽ നായിക സങ്കല്പങ്ങളെല്ലാം പൂർത്തിയാക്കിയ നടി, വടിവത്ത ശരീരവും ഐശ്വര്യവും നിറഞ്ഞ മുഖം എല്ലാം ഒത്തിണങ്ങിയ നടി. ഏതുതരം വേഷങ്ങൾക്കും ശോഭന ആപ്റ്റായിരുന്നു. അഭിനയത്തിലെ അച്ചടക്കവും ഒതുക്കവും നടിയുടെ സൗന്ദര്യത്തെ ഒന്നുകൂടെ വെളിപ്പെടുത്തുന്ന വിധമായിരുന്നു. നർത്തകിയായ ശോഭന ഇപ്പോൾ അഭിനയത്തിൽ വളരെയധികം സെലക്റ്റീവാണ്. എന്നാൽ നൃത്തത്തിൽ പഴയതിലും അധികം സജീവമാണെന്ന് മാത്രമല്ല, അതാണ് ഇപ്പോഴത്തെ ശോഭനയുടെ ജീവിതവും. തന്റെ സ്റ്റുഡൻസിന് ചുവടുകളും അടവുകളും പറഞ്ഞു കൊടുക്കുന്നതിനൊപ്പം സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയും ശോഭന വീഡിയോകൾ പങ്കുവയ്ക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം ശോഭന പങ്കുവച്ച ചിത്രങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്ത ചിത്രത്തിലെ ആദ്യത്തെ ആകർഷണം ആ കണ്ണുകൾ തന്നെയാണ്. ആരെയും കീഴ്പ്പെടുത്തുന്ന മാനഴകുള്ള കണ്ണുകൾ. അതിനെക്കുറിച്ചുള്ള കമന്റുകളാണ് ഫോട്ടോയ്ക്ക് താഴെ വരുന്നത്. എന്റെ ഏറ്റവും നല്ല സുഹൃത്തായ വെങ്കട്രാം പകർത്തിയ ഫോട്ടോകൾ എന്ന് പറഞ്ഞാണ് ശോഭന തന്റെ ഇൻസ്റ്റഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.